വരുമ്പോൾ എന്തൊക്കെ കൊണ്ടുവരണം, അതുപോലെ എന്തൊക്കെ കൊണ്ടുവരാൻ സാധിക്കില്ല എന്നുള്ള കാര്യങ്ങളാണ്. അതുപോലെ പാസഞ്ചർ അറൈവൽ കാർഡിൽ എന്തൊക്കെയാണ് ഇത് കൊണ്ടുവന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മുഖം കഴുകുന്ന സാധനമായിരിക്കും, പക്ഷേ അതൊരു എക്സ്പ്ലോസീവ് ഐറ്റംസിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ വരെ നമ്മൾ ഫൈൻ അടയ്ക്കേണ്ടി വരും. അപ്പോൾ അത് ശരിക്കും നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ നന്നായിട്ട് പിക്കിൾസ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും കേട്ടോ. പക്ഷേ അതിൽ കുറച്ച് വെറൈറ്റീസ് നമുക്ക് പറ്റില്ല. അത് ഏതൊക്കെയാണ് നമുക്ക് ഹായ് എവരിവൺ, വെൽക്കം ടു എഡ്ജ് ഡീറ്റെയിൽസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ന്യൂസിലാൻഡിലേക്ക് വരുമ്പോൾ എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും, അതുപോലെ എന്തൊക്കെ കൊണ്ടുവരാൻ സാധിക്കില്ല, എസെൻഷ്യൽ ആയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ പാസഞ്ചർ അറൈവൽ കാർഡിൽ ബയോസെക്യൂരിറ്റി ആൻഡ് കസ്റ്റം എന്തൊക്കെയാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യേണ്ടത്, അതൊക്കെ നമുക്കൊന്ന് കാണാം. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് തുടർന്ന് കാണാം. ശരിക്കും നമുക്ക് ഫസ്റ്റ് പാസഞ്ചർ അറൈവൽ കാർഡിൽ എന്തൊക്കെയാണ് ഡിക്ലെയർ ചെയ്യേണ്ടതെന്ന് നോക്കാം. അത് ശരിക്കും ഫുഡ് ഐറ്റംസ് ആണ് ഫസ്റ്റ് അവർ കൊടുത്തിരിക്കുന്നത്. അതിൽ മെയിൻലി പ്ലാന്റ്സ്, സീഡ്, അതായത് നമ്മൾ ലൈവായിട്ടുള്ള പ്ലാന്റ്സ് ഒന്നും തന്നെ കൊണ്ടുവരാൻ സാധിക്കില്ല, വിത്തുകൾ കൊണ്ടുവരാൻ സാധിക്കില്ല. ഇവിടുത്തെ എക്കോസിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യുമെന്നാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ ആനിമൽ പ്രോഡക്ട്സ്, പ്ലാന്റ് പ്രോഡക്ട്സ്, അതായത് പാല്, തൈര്, വെണ്ണ, നെയ്യ് അങ്ങനത്തെ ഒന്നും തന്നെ കൊണ്ടുവരാൻ പാടില്ല. അതുപോലെ ഹണി അലൗഡ് അല്ല, കാരണം ഇവിടെ പ്യുവർ ഹണി ഉണ്ട്, നല്ല ഹണിയാണ് ന്യൂസിലാൻഡിൻ്റെത്. അപ്പോൾ അവർക്ക് ആ ഒരു ഹണി നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഹണിയുമായിട്ട് ചേർന്ന് കണ്ടാമിനേഷൻ അല്ലെങ്കിൽ ആ ഒരു അതൊരു പ്രോബ്ലം ആകാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ തന്നെ ഔട്ട്ഡോർ എക്യുപ്മെന്റ്സ് കൊണ്ടുവരാനായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കൃത്യമായിട്ട് ഡിക്ലെയർ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഷൂവിലൊക്കെ അഴുക്കുണ്ടെങ്കിൽ തന്നെ അവരത് അലോ ചെയ്യില്ല. അവരത് അവരുടെ ഇതിലേക്ക് ചീത്ത സാധനങ്ങളൊന്നും തന്നെ കൊണ്ടുവരാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അത് നല്ല വാഷ് ചെയ്തേ കൊണ്ടുവരാവുള്ളൂ. അതുപോലെ ഔട്ട്ഡോർ യൂസ് ചെയ്ത സാധനമാണെങ്കിൽ നിങ്ങൾ ഡിക്ലെയർ ചെയ്തേ പറ്റുള്ളൂ. അതുപോലെ വുഡൻ ഐറ്റംസ്, ഹാൻഡ് ക്രാഫ്റ്റ്സ് ഐറ്റംസ് തന്നെ ഒന്നും തന്നെ കൊണ്ടുവരാൻ പാടില്ല. കൊണ്ടുവരികയാണെങ്കിൽ തന്നെ നിങ്ങൾ ഡിക്ലെയർ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ കസ്റ്റം ഡിക്ലറേഷൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $10,000 മുകളിൽ എന്തെങ്കിലും കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾ അത് ഡിക്ലെയർ ചെയ്യണം. അതുപോലെ ന്യൂസിലാൻഡിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബാങ്കിങ് വളരെ ഈസിയാണ്. സോ നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് തന്നെ ബാങ്കിങ് സ്റ്റാർട്ട് ചെയ്ത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കുറച്ച് പൈസയൊക്കെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ ശരിക്കും ട്രാൻസ്ഫറിങ് മണിയും അങ്ങനത്തെ കാര്യങ്ങൾ, ചെക്കുകളൊന്നും തന്നെ ഇവിടെ ഇല്ല. വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് ബാങ്കിങ് ഇവിടെ ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഇലക്ട്രോണിക് സാധനങ്ങൾ കൊണ്ടിരിക്കുകയാണെങ്കിൽ അതും കൂടി ഒന്ന് ഡിക്ലെയർ ചെയ്യുക. ലാപ്ടോപ്പ്, ഫോൺ, അഡാപ്റ്റർ, പവർ ബാങ്ക്, ഇതെല്ലാം തന്നെ ഡിക്ലെയർ ചെയ്യുക. പിന്നെ അതുപോലെ വേറെ കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്ത് നിങ്ങൾ കൊണ്ടുവന്നാലും അത് നിങ്ങൾ ഡിക്ലെയർ ചെയ്യുക. കാരണം ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവരോട് സംസാരിക്കാൻ പറ്റുമല്ലോ, നിങ്ങൾക്ക് അറിയില്ലാഞ്ഞു അങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റും. നിങ്ങൾ ഡിക്ലെയർ ചെയ്യാത്ത എന്തെങ്കിലും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഫൈൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന $400. അതുപോലെ ഫർദർ ഫോർമാലിറ്റീസും ഉണ്ടാകും. അപ്പോൾ ശ്രദ്ധിക്കുക. അതുപോലെ ശരിക്കും നമ്മൾ ന്യൂസിലാൻഡിലേക്ക് വരുമ്പോൾ കൊണ്ടുവരേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ശരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് ക്ലോത്ത്സ് ആണ്. അപ്പോൾ നിങ്ങൾ ഓർക്കുന്നത് ന്യൂസിലാൻഡിൽ ക്ലോത്ത്സ് ഇല്ലേന്ന്. ക്ലോത്ത്സ്, വസ്ത്രങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റി ഉണ്ട്, പക്ഷേ വെറൈറ്റീസ് കുറവാണ്. പിന്നെ അതുപോലെ പലപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ഡ്രസ്സുകൾ ആയിരിക്കണമെന്നില്ല. ഒരു യൂറോപ്യൻ കൾച്ചർ ബേസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സുകളാണ് കൂടുതലും ഇവിടെ. അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു ഡ്രസ്സിങ് ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും നാട്ടിൽ നിന്ന് വെറൈറ്റി ആയിട്ടുള്ള ഡ്രസ്സുകൾ കൊണ്ടുവരാം. അതുപോലെ മസ്റ്റായിട്ട് കൊണ്ടുവരേണ്ട കാര്യങ്ങൾ ജാക്കറ്റ് അല്ലെങ്കിൽ ഹുഡിയൊക്കെയാണ്. കൂടുതലും ക്യാപ്പുള്ള ജാക്കറ്റ് കൊണ്ടുവരാൻ ശ്രമിക്കുക. കാരണം ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ 7 സീസൺ ചിലപ്പോൾ പെർ ഡേ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ശരിക്കും തണുപ്പൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് നല്ല കാറ്റ് കാണും. അപ്പോൾ നിങ്ങൾ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള ക്ലോത്തിങ്സ് കൊണ്ടുവരാൻ ശ്രമിക്കുക. ശരിക്കും ഒരു കുറച്ച് സാധനങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരാം. പിന്നീട് ഏണിങ്സ് ഒക്കെ ഉണ്ടായി കഴിയുമ്പോൾ പിന്നീട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. പ്രത്യേകിച്ച് എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ശരിക്കും എസെൻഷ്യൽ ആയിട്ടുള്ള കുറച്ച് വസ്ത്രങ്ങളും കാര്യങ്ങളും ഒക്കെ അവർ കൊണ്ടുവരിക. കാരണം ഇവിടുന്ന് വാങ്ങിക്കാനൊക്കെ പോവുകയാണെങ്കിൽ ശരിക്കും കൂടുതലും വിലയാകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് പോവുകയാണെന്ന് പറയുകയാണെങ്കിൽ ആദ്യമേ വീട്ടുകാർ പാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുറച്ച് ഫുഡ് ഐറ്റംസും പിക്കിൾസും ഒക്കെയാണ്. ശരിക്കും ഫുഡ് ഐറ്റംസിൽ നിങ്ങൾക്ക് സ്നാക്സ്, അതായത് ചിപ്സ്, ബനാന ചിപ്സ്, പൊട്ടറ്റോ ചിപ്സ്, ജാക്ക് ഫ്രൂട്ട് ചിപ്സ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൊണ്ടുവരാൻ സാധിക്കും. പക്ഷെ അതെല്ലാം സീൽഡ് ആയിരിക്കണം, വെൽ പാക്ഡ് ആയിരിക്കണം. എക്സ്പയറി ഡേറ്റും നെയിമും മറ്റു കാര്യങ്ങളും അതിലുണ്ടായിരിക്കും. കടയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ അത് മതി, പക്ഷെ പൊട്ടിച്ചതാകരുത്. അതുപോലെ തന്നെ കണ്ടാമിനേറ്റഡ് ആകരുത്, ഡാമേജ്ഡ് ആയിട്ടുള്ളത് ആയിരിക്കരുത്. അതുപോലെ പിക്കിൾസ് ശരിക്കും വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ പിക്കിൾ ആയാലും നിങ്ങൾക്ക് കൊണ്ടുവരാം, പക്ഷേ അത് വെജിറ്റബിൾ പിക്കിൾ ആയിരിക്കണം. നോൺ വെജ് അവർ അലോ ചെയ്യുന്നില്ല എന്നാണ് കേട്ടിരിക്കുന്നത്. പിന്നെ കൊണ്ടുവരാതിരിക്കാൻ ശ്രമിക്കുക. വെജിറ്റബിൾ പിക്കിൾ ആണെങ്കിലും പൊട്ടി ഇങ്ങനെ നമ്മൾ എണ്ണയൊന്നും പുറത്തേക്ക് ഒലിക്കരുത്, നന്നായിട്ട് സീൽ ചെയ്ത് പാക്ക് ചെയ്തായിരിക്കണം. കടയിൽ നിന്ന് വാങ്ങിച്ചതാണെങ്കിലും അവർ അക്സെപ്റ്റ് ചെയ്യും, വീട്ടിൽ നിന്നാണെങ്കിലും അക്സെപ്റ്റ് ചെയ്യും. പിന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മാഗി അതുപോലുള്ള കാര്യങ്ങളെല്ലാം പാക്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ അലോ ചെയ്യുന്നുണ്ട്. വെറ്റ് ഫോമിലുള്ള ഒന്നും തന്നെ കൊണ്ടുവരാൻ പാടില്ല. ഡ്രൈ ഫോമിലുള്ള സാധനങ്ങൾ പക്ഷേ വെൽ പാക്ഡും അതുപോലെ തന്നെ എക്സ്പയറി ഒക്കെ എഴുതി നന്നായിട്ടാണെങ്കിൽ അവർ അലോ ചെയ്യാറുണ്ട്.
അതുപോലെ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാനുള്ള ഡോക്യുമെന്റ്സ്, പാസ്പോർട്ട്, അതുപോലെ കുട്ടികളെയും കൊണ്ട് വരുന്നവരാണെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ്, വാക്സിനേഷൻ റെക്കോർഡ്, പിന്നെ പാർട്ട്നേഴ്സ് ആണെങ്കിൽ ഹസ്ബൻഡ് വൈഫ് ഒക്കെ ആണെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ലീവിംഗ് റിലേഷൻഷിപ്പ് ഡോക്യുമെന്റ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് ആയിട്ടുള്ള ലാപ്ടോപ്പ്, ഫോൺ, അഡാപ്റ്റർ, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ കാണുക. കാരണം ഇവിടെ ഗൂഗിൾ ഒരുപാട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഈവൻ യാത്ര ചെയ്യണമെങ്കിൽ ഗൂഗിളിനെ ഡിപ്പെൻഡ് ചെയ്യും. ഒരുപാട് കാര്യങ്ങൾ സെർച്ച് ചെയ്യാൻ നമ്മൾ ഗൂഗിൾ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നല്ലൊരു ഫോണും നല്ലൊരു ലാപ്ടോപ്പും കയ്യിൽ ഉണ്ടാകുക. പിന്നെ അതുപോലെ തന്നെ അഡാപ്റ്റർ, യൂണിവേഴ്സൽ അഡാപ്റ്റർ മസ്റ്റായിട്ട് നിങ്ങളുടെ കയ്യിൽ കൊണ്ടുവരിക. കാരണം ഇവിടുത്തെ പ്ലഗിന് വളരെ ഡിഫറൻ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് കുക്ക് വെയർ സെറ്റ്, അതായത് പാത്രങ്ങൾ ഇവിടെ വരുമ്പം കുക്ക് ചെയ്യാനായിട്ടൊക്കെ ആണെങ്കിൽ പാത്രങ്ങൾ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരാറുണ്ട്. ഞാനും കൊണ്ടുവരാറുണ്ട്. കാരണം ഇവിടെ പാത്രങ്ങൾ കിട്ടാറില്ല എന്നുള്ളതല്ല, ഇവിടെ പാത്രങ്ങളുണ്ട്, നല്ല ക്വാളിറ്റിയാണ്, നല്ല സാധനങ്ങളാണ്, പക്ഷെ നല്ല വിലയാണ്. പിന്നെ അതുപോലെ നമ്മുടെ അപ്പച്ചെമ്പ്, ഇഡലി തട്ട്, പുട്ട് കിറ്റി, അതുപോലെ ചെറിയ കുക്കർ, ഉരുളി, അങ്ങനെയൊക്കെ കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരിക. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ എക്സാം എഴുതാൻ വരുന്നവര് ചെറിയ ഒരു കുറച്ച് കാലഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ കാലയളവിലേക്ക് വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ഫ്രൈങ് പാൻ, അല്ലെങ്കിൽ ചായ തിളപ്പിക്കുന്ന ഒരു ചെറിയ നോൺ സ്റ്റിക്കിന്റെ പാത്രം, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾക്ക് അധികം വില കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യം വരില്ല. ചെറിയ ഗ്ലാസും കപ്പും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ബാങ്കിങ് വളരെ ഈസിയാണ്. അപ്പോൾ നാട്ടിൽ നിന്ന് ബാങ്ക് അക്കൗണ്ട് തുടങ്ങി ഇവിടെ മണി ഡെപ്പോസിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വരാം. പിന്നീട് അവരെ ATM കാർഡിന് സമീപിച്ചാൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ ക്യാഷ് നിങ്ങൾക്ക് കയ്യിൽ കൊണ്ടുവരാം. പക്ഷെ കൂടുതലും ഇവിടെ ക്യാഷിനേക്കാളും കൂടുതൽ ബാങ്കിങ് ആണ് ന്യൂസിലൻഡിൽ കൂടുതൽ അവർ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ എവിടെയെങ്കിലും ചെന്ന് കഴിയുമ്പോഴും ക്യാഷ് കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ കാർഡ് കൊടുക്കാനാണ് ഇവിടുത്തെ കടകളിൽ പോലും അവർ ഇഷ്ടപ്പെടുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ പറഞ്ഞു ഫുഡ് ഐറ്റംസ് നമ്മൾ പറഞ്ഞു, എന്തൊക്കെയാണ് കൊണ്ടുവരേണ്ടതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നിങ്ങളുടെ ഹാൻഡ് ക്യാരി, ഓരോ ഫ്ലൈറ്റിന് ഡിപ്പെൻഡ് അനുസരിച്ച് ഹാൻഡ് ക്യാരിയുടെയും ലഗേജ് ബാഗിൻ്റെയും ആ ഒരു വെയിറ്റ് ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ അക്കോർഡിംഗ്ലി അതായിരിക്കണം കൊണ്ടുവരേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഹാൻഡ് ക്യാരിയിൽ 100 ml കൂടുതലായിട്ടുള്ള ഒരു സാധനവും നിങ്ങൾ വെക്കരുത്. കാരണം 100 ml കൂടുതലായിട്ടുള്ള സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ അവരതെടുത്ത് കളയത്തേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അയ്യോ എൻ്റെ പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും അത് അങ്ങനെ 100 ml കൂടുതലായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഷാമ്പു, കണ്ടീഷണർ, മോയ്സ്ചറൈസർ, പെർഫ്യൂം, അങ്ങനത്തെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് നിങ്ങളുടെ ട്രാവൽ ബാഗിൽ വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഹാൻഡ് ക്യാരിയിൽ അതുപോലെ തന്നെ സോപ്പ് ഒരു കാരണവശാലും നിങ്ങൾ വെക്കരുത്. കാരണം സോപ്പ് അവർ എക്സ്പ്ലോസീവ് ഐറ്റംസ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ അതൊരു വലിയ ഫൈനിലേക്കും വലിയ ഫോർമാലിറ്റീസിലേക്കും പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം ഹാൻഡ് ക്യാരിയിൽ വെക്കാൻ സാധിക്കുക. ബാക്കി എല്ലാ സാധനങ്ങളും ട്രാവൽ ബാഗിലേക്ക് മാറ്റിയതിന് ശേഷം അത് ഡിക്ലെയർ ചെയ്യാനും ശ്രമിക്കുക. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഇപ്പം നാട്ടിൽ നിന്ന് ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി മരുന്ന് യൂസ് ചെയ്യുന്നവരാകാം. ചിലപ്പോൾ കോൾഡിനുള്ള മരുന്ന്, ചിലർക്ക് സ്നീസിങ്ങിനുള്ളത്, അലർജിക്കുള്ളത്, അങ്ങനത്തെ എന്തെങ്കിലും, അല്ലെങ്കിൽ എന്തെങ്കിലും കാർഡിയാക് ഇഷ്യൂ ഉള്ളവരൊക്കെ മരുന്ന് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കത് കൊണ്ടുവരാൻ സാധിക്കും. പക്ഷെ നിങ്ങൾ പാക്ഡ് ആയിരിക്കണം, പ്രിസ്ക്രിപ്ഷൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം, അതെല്ലാം നിങ്ങൾ ഡിക്ലെയർ ചെയ്യണം. ചോദിച്ചാൽ കാണിക്കാനായിട്ട് പ്രിസ്ക്രിപ്ഷൻ നിങ്ങളുടെ കയ്യിലും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ചില എന്തെങ്കിലും മെഡിക്കേഷൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് നിങ്ങൾ ഡിക്ലെയർ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ആൽക്കഹോൾ ഒന്നും തന്നെ ആൽക്കഹോൾ കൊണ്ടുവരാൻ സാധിക്കില്ലെന്നല്ല, ഡിക്ലെയർ ചെയ്യണം എന്നുള്ളതാണ് മസ്റ്റ്. കാരണം നമ്മുടെ ഡ്യൂട്ടി ഫ്രീയിൽ നിന്ന് വാങ്ങിച്ച ആൽക്കഹോൾ ആയിരിക്കും, പക്ഷെ അത് നിങ്ങൾ ഡിക്ലെയർ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഡ്രഗ്സ് അത് അലൗഡ് അല്ല, അത് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അതുപോലെ അവര് കൊടീൻ പോലെയുള്ള ചില ഡ്രഗ്സ് ഒക്കെ ആണെങ്കിലും അവർ നമ്മുടെ ചുമയുടെ മരുന്നുകളിലൊക്കെ ഈ കൊടീനൊക്കെ കാണാറുണ്ട്. അതൊന്നും തന്നെ അവർ അലൗ ചെയ്യുന്നില്ല. എന്തെങ്കിലും അവതോഷം നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഡിക്ലെയർ ചെയ്യാൻ ശ്രമിക്കുക എന്നല്ല, ഡിക്ലെയർ ചെയ്യുക. ഇവരത് അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ അതുപോലെ നമുക്ക് കൊണ്ടുവരാനും ഒക്കെ ഉള്ള സാധനങ്ങൾ നിങ്ങളുടെ ടോയ്ലറ്ററി ഐറ്റംസ്, നിങ്ങൾ നമ്മുടെ പറയുമല്ലോ ചെറിയ ടവൽസ്, തോർത്ത് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത്, അതിനൊക്കെ കനം കുറവാണ് അത്. പിന്നെ അതുപോലെ ഷാമ്പു, കണ്ടീഷണർ, ഒരുപാട് എമൗണ്ട് കൊണ്ടുവരരുത്, ചെറിയ രീതിയിൽ. കാരണം ഒരു കുറച്ച് നാളത്തേക്ക് യൂസ് ചെയ്യാനുള്ള, പിന്നീട് തീർന്നു പോയാൽ നമുക്ക് ഇവിടുന്ന് വാങ്ങാവുന്നതേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ മോയ്സ്ചറൈസർ, ലിപ് ബാം ഒക്കെ ഒരു അത്യാവശ്യം യൂസിനുള്ള നിങ്ങളുടെ കയ്യിൽ വെക്കുക. കാരണം ക്ലൈമറ്റ് വളരെ ഡിഫറൻ്റ് ആണ്. അപ്പം വന്ന ഉടനെ തന്നെ നമുക്ക് കടയിൽ പോയി വാങ്ങിക്കാൻ സാധിച്ചില്ലെങ്കിലും അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. എനിക്ക് തോന്നുന്നു ഏകദേശം കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ എന്തൊക്കെയാണ് അത്യാവശ്യം നമുക്ക് കൊണ്ടുവരേണ്ടത്, കൊണ്ടുവരേണ്ടാത്തത്, എന്തൊക്കെ ഡിക്ലെയർ ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ പറയുന്ന സാധനങ്ങളൊക്കെ നിങ്ങളൊന്ന് കൊണ്ടുവരികയും പിന്നെ മറ്റുള്ള സാധനങ്ങൾ അവോയ്ഡ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ട്രാവലിങ്ങിനുള്ള ആ ഒരു ഇടയിലുള്ള ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.